പാൻപരാഗ് ആൻഡ് ഹാൻസ് ഇൻ ദിസ് ക്യാമ്പസ് എന്നൊക്കെ പറയുന്നത് അത് വ്യക്തിപരമാണ്, അത് രാഷ്ട്രീയ മുദ്രാവാക്യമല്ല. പക്ഷെ നിങ്ങൾ ഉന്നയിച്ച രാഷ്ട്രീയ മുദ്രാവാക്യത്തിലെ ഒരു പ്രസക്തി എങ്ങനെയാണ് ഈ പറയുന്ന ഇപ്പോൾ ഈ 18 പേരിൽ 14 പേർക്കും ഈ പറയുന്ന ചാൻസലറുടെ വിവേചനാധികാരത്തിൽ ഏറ്റവും ഒടുവിൽ വന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ചാൻസലറുടെ പൂർണ്ണമായ വിവേചനാധികാരത്തിൽ ഗവർണർക്ക് ആരിഫ് മുഹമ്മദ് ഖാന് ആരെ വേണമെങ്കിലും കയറ്റിവെക്കാം, അവിടെ നോമിനേറ്റ് ചെയ്യാം, ഒരു പ്രശ്നവും അക്കാര്യത്തില്ല. പക്ഷേ ഈ 4 വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ആ ചട്ടം ബാധകമാവില്ല എന്ന് ചാൻസലർ മറന്നുപോയി. അല്ലെങ്കിൽ BJP ലിസ്റ്റ് കൊടുത്തപ്പോൾ രാജ്ഭവൻ അല്ലെങ്കിൽ ഗവർണറുടെ ഓഫീസിന് ഒരു പിഴവ് പറ്റി. ആ പിഴവ് നിങ്ങൾ ചോദിക്കുകയാണ്. അതിന് മറുപടി ഇല്ലെങ്കിൽ സമരം ഏതറ്റം വരെ കൊണ്ടുപോകാനാണ് ആർഷോയുടെയും താങ്കളുടെ സംഘടനയുടെയും ആലോചന? PM ആർഷോ, ഇതിൽ എല്ലാ തരത്തിലുള്ള ഭരണഘടനയുടെ ഉത്തരവാദിത്തങ്ങളും മറന്നുകൊണ്ട് എല്ലാ തരത്തിലും നിയമവിരുദ്ധമായി അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത നിലയിൽ, കേരള ജനതയ്ക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത നിലയിൽ കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ RSSന്റെ ഏജന്റ് കണക്കെ കേരളത്തിനകത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തു ചെയ്യണമെന്ന നിർദ്ദേശം BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് ലഭിക്കുന്നുവോ അതുമാത്രം ചെയ്യുന്ന നിലയിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന സർവകലാശാലകളുടെ ചാൻസലർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2 സർവകലാശാലകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ നിലവിൽ സെനറ്റ് നോമിനേഷൻ നടന്നിട്ടുള്ളത്. കാലിക്കറ്റ് സർവകലാശാലയുടെ സെനറ്റ് നോമിനേഷൻ കഴിയുമ്പോൾ 9 RSSകാർ സെനറ്റിനകത്തേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയണം. അതേപോലെ തന്നെ കേരള സർവകലാശാലയിൽ 15ഓളം വരുന്ന RSSകാർ സെനറ്റിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ സർവകലാശാലകളുടെ ചരിത്രത്തിൽ RSSനെ സംബന്ധിച്ച് അല്ലെങ്കിൽ RSSന്റെ ശിഖിരങ്ങളായിട്ടുള്ള വിവിധ സംഘടനകളെ സംബന്ധിച്ച് സർവകലാശാലകളുടെ ഭരണസമിതിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് സാധ്യമായ ഒന്നായിരുന്നില്ല. കാരണം സർവകലാശാലയുമായി ബന്ധപ്പെട്ട് 2 നിലക്കാണ് സെനറ്റിലേക്ക് ആളുകൾക്ക് എത്താൻ വേണ്ടി കഴിയും. ഒന്ന് ജനാധിപത്യപരമായ വോട്ടെടുപ്പിലൂടെയാണ്. വിവിധ മണ്ഡലങ്ങളിൽ നടക്കുന്ന ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പുകളിൽ ഇന്നോളം RSSന്റെ നേതാക്കന്മാരെ അല്ലെങ്കിൽ RSSന്റെ പ്രവർത്തകരെ, ABVPക്കാരെ, BJPക്കാരെ സർവകലാശാലകളുടെ ഭരണസമിതിയിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടുന്ന ജാഗ്രത പോയ കാലത്ത് അക്കാദമിക ലോകം വളരെ ഗൗരവത്തിൽ തന്നെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇക്കൂട്ടർക്ക് ജനാധിപത്യ മാർഗത്തിലൂടെ തെരഞ്ഞെടുപ്പിലൂടെ സെനറ്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതികളിലേക്ക് എത്തുക എന്നുള്ളത് സാധ്യമല്ല. 2, കൃത്യമായി മെറിറ്റോറിയസ് ആയി, ഇപ്പോൾ നേരത്തെ ഞാൻ മുഴുവൻ ചർച്ച കേട്ടില്ല, വന്നുകൊണ്ടിരുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചർച്ച കേരള സർവകലാശാലയിലെ 4 വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ആ നിലയിൽ കൃത്യമായ അക്കാദമിക്കായ അല്ലെങ്കിൽ മെറിറ്റോറിയസ് ആയിട്ടുള്ള ആളുകൾ സർവകലാശാലകളെ ഏറ്റവും മികച്ച നിലയിൽ മികവിന്റെ കേന്ദ്രങ്ങളാക്കി സർവകലാശാലകളെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തിയുള്ള ആളുകളാണ് എല്ലാ ഘട്ടത്തിലും ഭരണസമിതികൾക്കകത്തേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി ചാൻസലറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഓരോ മേഖലയിലെ മനുഷ്യരുമായി ബന്ധപ്പെടും സർവകലാശാലയിൽ പഠിക്കുന്ന ഓരോ ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ വിവരങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയാനുള്ള സാധ്യത വളരെ വിരളാണ്. അതേ സംബന്ധിച്ച് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനുള്ള അതിന് മുൻപുണ്ടായിരുന്ന വൈസ് ചാൻസലർമാർക്കൊക്കെ സാധ്യമാകുന്ന ഒരു മാർഗം സന്ദീപ് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ പറയുന്നുണ്ട്. കാവി എന്തോ കണ്ണിന് നല്ല കളറാണ്, ഖുറാനിൽ എവിടെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇടയ്ക്കൊരു ഘട്ടത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ഏവർക്കും വ്യക്തമാകുന്ന കാര്യവുമാണ്. ഇനി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ സംഘരാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് വാദത്തിന് സമ്മതിച്ചാൽ സന്ദീപ് ചോദിക്കുന്നു, 2018 സജി ചെറിയാൻ എങ്ങനെയാണ് അവിടുത്തെ പ്രതിനിധിയായത്? ഗോലി പോലും കളിച്ചിട്ടില്ലാത്ത, കബഡി പോലും കളിച്ചിട്ടില്ലാത്ത സജി ചെറിയാൻ എങ്ങനെയാണ് സ്പോർട്സ് കൗൺസിൽ അംഗം എന്നുള്ള നിലയിൽ, അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അവിടെ മെമ്പറായത്? P. രാജേന്ദ്രൻ എങ്ങനെയാണ് ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ന പേരിൽ അവിടെ അംഗമായത്? P. സദാശിവം ഇരിക്കെ എഴുത്തുകാരൻ ഓദർ എന്ന നിലയ്ക്ക് ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്ത പേര് ആരുടെയാണ്? ഷിജു ഖാന്റെ പേരാണ്. ഷിജു ഖാൻ പുസ്തകം എഴുതിയിട്ടുണ്ടാകും, ദേശാമലൊക്കെ എഴുതിയിട്ടുണ്ടാകും. പക്ഷേ അന്ന് സദാശിവം അത് പേര് വെട്ടി A. ഉണ്ണികൃഷ്ണന്റെ പേര് ആഡ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇത് ഈ പറയുന്ന പേര് കടത്തൽ, ഒളിച്ചു കടത്തൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ മാത്രം കുത്തകയല്ല ആർഷോ. അല്ല, ഇതിനകത്ത് ഒന്നുള്ളത് ഇപ്പൊ ഇത്തവണ ഇപ്പോഴും ഇവർ ഈ പറഞ്ഞ പോലെ ഈ ഘട്ടം വരെ എവിടെ നിന്ന് കിട്ടിയ ലിസ്റ്റ് പ്രകാരമാണ് ചാൻസലർ ഈ നിലയിൽ ഒരു അപ്പോയിന്റ്മെന്റ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾ ഉൾപ്പെടെ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. എന്നാൽ ഇദ്ദേഹം ആരോടെങ്കിലും ലിസ്റ്റ് ആവശ്യപ്പെട്ടിരുന്നോ? ഈ 2 സർവകലാശാലകളോടും
കേരള സർവകലാശാലയോടും കാലിക്കറ്റ് സർവകലാശാലയോടും യോഗ്യരായ ആളുകളുടെ ലിസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടി ചാൻസലർ ആവശ്യപ്പെട്ടിരുന്നു. അത് ആവശ്യപ്പെട്ടത് പ്രകാരം സർവകലാശാലയുടെ ഉത്തരവാദിത്തപ്പെട്ട വൈസ് ചാൻസലർ ഉൾപ്പെടെ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ യോഗ്യരെന്നവർക്ക് തോന്നുന്ന ഓരോ വിഭാഗത്തിലും ഒന്നിലധികം ആളുകളുടെ പേര് വിവരങ്ങൾ ചാൻസലർക്ക് നൽകുന്ന നിലയുണ്ടായിട്ടുണ്ട്. അങ്ങനെ നൽകിയ ആളുകൾ ഇപ്പോ കേരള സർവകലാശാലയിൽ സെനറ്റ് ഹ്യൂമാനിറ്റീസ് സെനറ്റിലേക്ക് ഒരു വിദ്യാർത്ഥിയാണ് വേണ്ടത്. അവിടെ 4 or 5 ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളിൽ റാങ്ക് ജേതാക്കളായ ഒന്നിലധികം ആളുകളുടെ, ഇതേപോലെ തന്നെ സയൻസ് വിഭാഗത്തിൽ 1ാം റാങ്ക് ജേതാക്കളായ ഒന്നിലധികം ആളുകളുടെ ലിസ്റ്റ് സർവകലാശാലകൾ ഇദ്ദേഹത്തിന്റെ മുൻപിൽ നൽകുന്ന നിലയുണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനെ മറികടക്കുകയാണ്, അതിനെ അട്ടിമറിച്ച് ഇദ്ദേഹം വേറെ ആരോടെങ്കിലും, ഇപ്പൊ സർവകലാശാലകളോടല്ലാതെ മറ്റാരോടെങ്കിലും ചാൻസലർ ലിസ്റ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇദ്ദേഹത്തിന് എന്തായാലും കേരളത്തിലെ ക്യാമ്പസുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ വിശദ വിവരങ്ങൾ അറിയില്ല എന്നുള്ളതിനകത്ത് ഇപ്പൊ എനിക്കും തർക്കമുണ്ടാവില്ല, ഹാഷ്മിക്കും തർക്കമുണ്ടാവില്ല, BJP പ്രതിനിധിക്കും തർക്കമുണ്ടാവില്ല, ഇവരെ ഒന്നും നേരിട്ട് അറിയാനുള്ള ഒരു സാധ്യതയില്ല. എന്നാൽ ഇദ്ദേഹം സർവകലാശാലകളോടല്ലാതെ മറ്റാരോടെങ്കിലും, അപ്പൊ ഇദ്ദേഹം വ്യക്താക്കേണ്ടതല്ല. ഇത്രയും ഈ ഘട്ടം വരെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ആ ചോദ്യത്തിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളോടും ലിസ്റ്റ് ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു ഉത്തരവാദിത്വപ്പെട്ട സംവിധാനങ്ങളോടും ലിസ്റ്റ് ആവശ്യപ്പെട്ടിട്ടില്ല. മറിച്ച് BJP ഓഫീസിൽ നിന്ന് ലിസ്റ്റ് പോകുമ്പോൾ അത് പ്രശ്നമാണ്. ഇതിനകത്ത് ഇപ്പൊ നേരത്തെ നിരവധി പേരുകൾ അവിടെ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ആ കൊടുക്കുന്ന ലിസ്റ്റിൽ ശരി ABVP-കാരെ തന്നെ നിയമിക്കുക താല്പര്യമാണെങ്കിൽ, പക്ഷേ ABVP-കാരിൽ മെറിറ്റോറിയസ് ആയ റാങ്കുകാരായ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നിയമിക്കണ്ടേ? അത്രയും ഒരു കൈയടക്കം ഇപ്പൊ ഗവർണർക്ക് നേരിട്ട് പല തിരക്കുകൾ ഓടി നടക്കുന്ന ആൾക്ക് നേരിട്ട് നോക്കാൻ കഴിയില്ല. ആ ഓഫീസ്, അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി അടക്കമുള്ള അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ ഓഫീസ് ഒന്ന് നോക്കണ്ടേ? ഇതിൽ മെറിറ്റോറിയസ് ആയ, ഇത് കോടതിയിൽ പോയാൽ പിടിവീഴാത്ത ഏതെങ്കിലും റാങ്കുകാരുണ്ടോ എന്ന് നോക്കി ആ പേരെങ്കിലും കൊടുക്കണ്ടേ ഹർഷോ? അല്ല, അങ്ങനെയല്ല. അതിന്റെ ABVP-കാർക്ക് റാങ്ക് കിട്ടാത്തതിനകത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ പ്രശ്നമല്ല. ഇപ്പോ ഇദ്ദേഹം ചെയ്യേണ്ടുന്നത് എന്നുള്ളത് ഇപ്പൊ ഏതെങ്കിലും ഔദ്യോഗിക സംവിധാനമാണല്ലോ, ഏതെങ്കിലും ഔദ്യോഗിക സംവിധാനത്തോട് ആവശ്യപ്പെടണല്ലോ. ഇദ്ദേഹം എങ്ങനെയാ BJP-യുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഒരു ഔദ്യോഗിക സംവിധാനമായി കാണുക? സർവകലാശാല വൈസ് ചാൻസലറേക്കാൾ അല്ലെങ്കിൽ സർവകലാശാല നൽകിയ ലിസ്റ്റിനേക്കാൾ അദ്ദേഹത്തിന് വിശ്വാസയോഗ്യമാകുന്നത് BJP ഓഫീസിൽ നിന്നുള്ള ലിസ്റ്റ് ആകുന്നത് എങ്ങനെ? ഇനി അദ്ദേഹം അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ സർവകലാശാലകളോട് എന്തിന് ലിസ്റ്റ് ആവശ്യപ്പെട്ടു? ഇതൊന്നുമില്ല. ഇത് ഒരു തരത്തിലും ശരിയായ ചാനലിലൂടെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു കയറുക എന്നുള്ളത് സംഘപരിവാറിനെ സംബന്ധിച്ച് സാധ്യമായ കാര്യമല്ല. ആ നിലക്ക് പിൻവാതിലിലൂടെ RSSകാരെ സർവകലാശാലകളുടെ ഭരണതലപ്പത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഇത് ചെറിയ പണിയല്ല. വളരെ ഗൗരവകരമായിട്ടുള്ള, വളരെ വിശാലമായിട്ടുള്ള പദ്ധതി ആവിഷ്കരിച്ച് ഇവർ നടത്തിക്കൊണ്ടിരിക്കുക. നിലവിൽ സിൻഡിക്കേറ്റിനകത്തേക്ക്, കാലിക്കറ്റ് സിൻഡിക്കേറ്റിനകത്തേക്ക് ഒരു BJP-കാരനെ, ഒരു RSSകാരനെ ഈ പിൻവാതിൽ വഴി കടത്തിക്കൊടുത്ത് അതിനകത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുങ്ങുക. കേരള സർവകലാശാലയ്ക്കകത്ത് ഒന്നിലധികം സിൻഡിക്കേറ്റ് അംഗങ്ങളെ സർവകലാശാലയുടെ സിൻഡിക്കേറ്റിലേക്ക് എത്തിക്കാൻ ഭാഗത്തിലേക്കുള്ള RSSകാരെ സെനറ്റ് അംഗങ്ങളാക്കി നോമിനേറ്റ് ചെയ്യപ്പെടുക. അങ്ങനെ ഭരണസമിതിയിലേക്ക് ഇതിപ്പോ ഇവിടെ തീരുമോ? ഇല്ല. ഇതൊരു സാമ്പിളാണ്. ഈ സാമ്പിളിന് ശേഷം നിയമസഭ MLA-മാർ കൂടി ചേർന്ന് ഒറ്റ മിനിറ്റ് ഹർഷോ. ഓക്കെ, നമ്മുടെ MLA-മാർ കൂടി ചേർന്ന് അതിലെ മന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്ന മട്ടിലാണ്. ഇപ്പോൾ സെനറ്റ് എന്ന് പറയുന്നത് നമ്മുടെ MLA-മാരുടെ നിയമസഭ എന്ന് വെക്കൂ, മന്ത്രിസഭ എന്ന് പറയുന്നത് സിൻഡിക്കേറ്റ് എന്ന് വെക്കൂ. സെനറ്റിൽ ഈ പറയുന്ന ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ കൂടുതലുണ്ടെങ്കിൽ സിൻഡിക്കേറ്റിലേക്ക് പോകുമ്പോൾ ആ രാഷ്ട്രീയ കക്ഷികളുടെ അംഗങ്ങൾ കൂടുതൽ എലക്ട് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് പൊളിറ്റിക്കൽ പ്ലോട്ടാണ് എന്ന് SFI-യും CPI-യും ആരോപിക്കുകയാണ്. അപ്പോൾ ഗവർണറോട് ഡൽഹിയിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ യോഗ്യതയില്ലാത്തവർ നിയമിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ രാഷ്ട്രപതിയോട് പറഞ്ഞോളാം എന്നുള്ളതാണ് ഗവർണറുടെ മറുപടി. അത് രാഷ്ട്രപതിയോട് പറഞ്ഞാൽ പോരാ. കാര്യം ഗവർണർ എന്നുള്ള നിലയ്ക്കല്ല, സർവകലാശാല ചാൻസലർ എന്നുള്ള നിലയ്ക്കാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടപെടൽ. ചാൻസലർ എന്ന് പറയുന്നത് സംസ്ഥാന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാൻ ആ പദവിയിലിരിക്കുന്നതുമാണ്. ഞാൻ തിരികെ എത്താം രാജു. പിന്നാലേക്കാണ് ഇടവേളയ്ക്ക് ശേഷം.